ലച്ചു എണീക്ക്. എന്താ അമ്മ ഈ രാവിലെ തന്നെ? രാവിലെയോ? ഉച്ചയാവാറായി. ഒരു ലോഡ് പണിയുണ്ട്. ഇതൊക്കെ പാടെ എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. വന്ന് എന്നെ സഹായിക്ക്. ഞാനോ? അല്ലാതെ പിന്നെ ആര്? വേഗം വന്നോട്. അമ്മ അവരെയും വിളിക്ക്. അവര് വന്നോളും. നീ വാ, വേഗം വന്നേക്കണേ. ഒന്ന് മര്യാദ കിടക്കാൻ പോലും അമ്മ സമ്മതിക്കൂല. 7 മണി ആവുന്നുള്ളൂ, എന്നിട്ട് ഉച്ചയാലോ. ആഹാ, മക്കൾ അങ്ങനെ ഉറങ്ങണ്ട കേട്ടോ. ഞാൻ എണീറ്റിട്ട്. നന്ദൂട്ടാ, ദേവു, രണ്ടാളും എണീക്ക്. ദാ നന്ദൂട്ടാ. എന്താ ചേച്ചി? എണീക്ക്. അമ്മ എണീക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് രണ്ടാളുണ്ടോ? ഒന്ന് പോയാ ചേച്ചി. ചേച്ചിനോട് ഈ കാര്യം പറഞ്ഞത്. അല്ലടാ സത്യം, അമ്മ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്പെഷ്യലോ? എന്ത്? അതൊന്നും അമ്മ പറഞ്ഞില്ല. വേഗം എണീക്ക്, വേഗം വന്നേക്കണേ. എന്തായിരിക്കും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഓ, കുന്തം. ലച്ചു ചേച്ചി കള്ളത്തരം പറയാ. അതൊന്നും ആവൂല. ഞാൻ പോയോക്കട്ടെ. ഈശ്വരാ, പൊറാട്ടയും ചിക്കൻ കറി ആവണേ. പാവും. അമ്മേ, ഇന്നെന്താ നേരത്തെ എണീറ്റ്? അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടില്ലേ? അത് കഴിക്കാനുള്ള കൊതി കൊണ്ട് നേരത്തെ എണീറ്റതാ. എന്ത് സ്പെഷ്യല്? ഓ അമ്മേ, അമ്മല്ലേ പറഞ്ഞ ലച്ചു ചേച്ചിനോട് ഞങ്ങളെ വിളിക്കാന്? ഞാൻ അവളോണ്ട് വരാനാ പറഞ്ഞിരുന്നേ. ഓ, അപ്പൊ ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ലല്ലേ? അല്ലെങ്കിലും അമ്മക്ക് ഞങ്ങളോണ്ടൊന്നും ഒരു സ്നേഹമില്ല. ഈ ചെക്കൻ ഇതെന്തൊക്കെ പറയുന്നേ? വേണ്ട അമ്മ, എനിക്കൊന്നും കേൾക്കണ്ട. ലച്ചു, അവളെ പണിയായിരിക്കും. ലച്ചു ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? ഡീ, ഞാൻ നിന്നോട് എണീറ്റ് വരാനല്ലേ പറഞ്ഞേ? മക്കളെ എണീപ്പിക്കാൻ ഞാൻ പറഞ്ഞിനിയോ? അത് എന്ത് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി? വേഗം പറ. അത് പിന്നെ അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആണോ? മോള് വെറുതെ പറഞ്ഞേനി? അതെ അമ്മേ. മോള് ഇവിടെ നിൽക്കട്ടെ, അമ്മ ഇപ്പൊ വരെ. ചേച്ചി എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? മര്യാദ ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തിയിട്ട്. അങ്ങനെ മക്കള് സുഖമായി ഉറങ്ങണ്ട. അപ്പഴാ ദേവ് എന്നോട് പറഞ്ഞതാ. ഇതിന് ചേച്ചിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. നീ നോക്ക്, അമ്മ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. പൊറാട്ടയും ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നേ? ഓ, എന്നോടൊന്നും ചോദിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചിട്ടാ. ചേച്ചി ചോദിക്കണ്ട, ചേച്ചിക്കുള്ള പണി വരുന്നുണ്ട്. ഓ പിന്നെ മോളെ ലച്ചു. എന്താമ്മേ? അമ്മ എന്തിനാ ഇതൊക്കെ എടുത്ത്? അതൊക്കെ ഉണ്ട്, മോള് ഇങ്ങോട്ട് വന്നേ. എന്തിന്? ലച്ചു ചേച്ചിക്ക് ഇത് നല്ലോണം കിട്ടും. അമ്മേ സോറി അമ്മേ. കള്ളത്തരം പറയരുത്, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അമ്മേ പറഞ്ഞിട്ടില്ലേ അമ്മേ? നീ ഇങ്ങോട്ട് തന്നെ വരില്ലേ? ഓട് വാട്ടോ, വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. നിനക്ക് സ്പെഷ്യൽ വേണോ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ദോശ മതി, അതാ ഇഷ്ടം. എന്നാ വേഗം പോയി കഴിക്ക്. ശരി. ഇനി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണോ? വേണ്ട. എന്നാ വേഗം പോയി ഭക്ഷണം കഴിച്ചൂടി, അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പണിയാ. അതിന്റെ ഇടയിൽ ഓരോന്ന് പറഞ്ഞു വന്നേക്കും. അത് പറഞ്ഞപ്പോ ഏട്ടനെ വിളിക്കണം. ഇന്ന് വൈകുന്നേരം പോണ്ടേ? ദേവു, എന്താമ്മേ? മോൾ അമ്മന്റെ ഫോൺ എടുത്തോണ്ടെന്നാ അച്ഛനെ വിളിക്കട്ടെ. ഇന്ന് വൈകുന്നേരം നമുക്ക് പോണ്ടേ? ഇന്ന് പോകുന്നുണ്ടമ്മേ. ഇന്ന് പോണം. കൊറേ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. മോള് വേഗം പോയി അമ്മന്റെ ഫോൺ എടുത്തു വാ. ശരി അമ്മേ. 1 week later. മുഖമൊന്നും ഒരു തെളിവില്ലല്ലോ. നിനക്ക് ഇന്ന് തന്നെ പോണോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരടി. 5-6 ദിവസം ഇവിടെ നിന്നില്ല അമ്മേ. ഇനിയിപ്പോ സ്കൂൾ തുറക്കല്ലേ, മക്കൾക്ക് യൂണിഫോം തയ്ക്കാൻ കൊടുക്കാണ്ട്, ബാഗും കൊടയൊക്കെ മേടിക്കാണ്ട്. സ്കൂൾ തുറക്കുമ്പോ 2 ദിവസം വരാൻ കഴിയോ? നോക്കട്ടെ അമ്മേ, കയ്യാണേ വരാം. ഞങ്ങൾ സൗകര്യം പോലെ വാ. ലച്ചു, 24 മണിക്കൂർ മൊബൈലിൽ കുത്തിക്കാതെ അമ്മമ്മനെ സഹായിക്കണം കേട്ടോ. അമ്മേ. പിന്നെ മാമന്റെ കൂടെ പോരേണ്ടി, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിടണ്ടിട്ടോ. ശരി. അതാ വരുന്നു. എന്നാ ശരി ടമ്മേ. ശരി, ശ്രദ്ധിച്ചു പോണേ. അമ്മേ, അമ്മമ്മയുടെ മക്കൾ അമ്മമ്മക്ക് ഒരു ചക്കര ഉമ്മ തന്നെ. അയ്യോ, അമ്മമ്മന്റെ പാറൂസ് അമ്മമ്മനോട് മിണ്ടിയില്ലെങ്കിൽ അമ്മമ്മക്ക് സങ്കടാവത്തില്ലേ? അമ്മമ്മ ലച്ചൂസിന്റെ കൂടെ വരട്ടോ. സത്യാണോ? അമ്മമ്മന്റെ കേൾക്കാൻ പറ്റിയവരടുത്ത് അമ്മമ്മ വരാതെക്കോ? എന്നാ ശരി അമ്മേ. എന്നാ വേഗം പോവാൻ നോക്കി, കുറച്ച് കഴിഞ്ഞാ മഴ ആയിരിക്കും. പിള്ളേരൊന്നും മഴ കൊള്ളിക്കാൻ നിക്കണ്ട. ശരി അമ്മേ. മക്കള് വരി. ലച്ചു, പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ അമ്മമ്മനെ സഹായിക്കണേ. അതൊക്കെ അവള് ചെയ്തോളും, നീ ഇങ്ങനെ പറയണ്ട. പോകുമ്പോ അച്ഛനെ കാണാൻ നോക്കണ്ടി, കടയിലുണ്ടാവും. The next day. മതി അമ്മേ. മതിയെന്നോ? എന്ത് മതിയെന്ന്? അവരെന്നെ കളിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കളിച്ചോണ്ട് അങ്ങനെ നടന്നോ? സ്കൂളാ തുറക്കുന്നേ, വിചാരൊന്നുമില്ല. ഓ അമ്മ, ഇനിയുള്ള ദിവസം? ഇനി എവിടെ ദിവസം? അമ്മയും മകളും പേ നോക്കുകയാണോ? ആന്റി അവരൊക്കെ എവിടെ? അവരവിടുന്ന് കളിക്കുന്നുണ്ട്. അമ്മ, ഞാനും കൂടെ പൊക്കോട്ടെ? കുറച്ചുകൂടെ നോക്കട്ടെ, എന്നിട്ട് പോവാ. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമുള്ളെന്ന് അമ്മന്നല്ലേ പറഞ്ഞേ? ഇനി ഞങ്ങൾക്ക് കളിക്കാൻ കഴിയൂലല്ലോ. എടി, ഇതിപ്പോ കഴിയും. എന്താ അമ്മേ? പ്രിയ, വന്നിരിക്കി. നീ അവിടെ ഇരുന്നേ, ഞാൻ കസാര എടുത്തു തരാം. അതൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. അനിയന്റെ കല്യാണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ? അത് അടിപൊളിയായിട്ട് കഴിഞ്ഞടി. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞോ? കുറച്ചൊക്കെ കഴിഞ്ഞ്. ഇനി ഇങ്ങോട്ട് വിളിക്കണം 2 ദിവസം കഴിഞ്ഞിട്ട്.
പിന്നെ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാല് പ്രിയ ഇവിടെ ആയിരുന്നോ? സൈനത്താ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോന്നതേ ഉള്ളൂ. നീയും അവളെ മാതിരി അവിടെ തന്നെ ഇരുന്നോടി, ഞാൻ കസാര എടുത്തു തരാം. ഇവിടെ ഇരിക്കുന്നൊരു സുഖം വേറെ ഏത് കസാരയിലും കിട്ടില്ലടി. അതൊക്കെ ശരിയാ. അല്ല ദേവു, നീ കളിക്കാൻ പോയില്ലേ? എന്റെ സൈനത്താ, അമ്മ ഒന്ന് വിടണ്ട എന്നെ. അതെന്താ? എടി സ്കൂളല്ലേ തുറക്കുന്നേ, അപ്പൊ തലയിലൊക്കെ ഒന്ന് നോക്കി കളയാൻ വിചാരിച്ച്. എന്റെ തലയിൽ ഒന്നുമില്ല അമ്മേ. അതെനിക്കറിയാം ഒന്നുമില്ലാന്ന്. അമ്മേ, അല്ല പിള്ളേർക്കുള്ള ബാഗും കൂടെയൊക്കെ മേടിച്ചോ? ഇല്ല, മേടിക്കണം. അത് പറയാനാ ഞാൻ വന്നത്. നമുക്കിന്ന് മേടിക്കാൻ പോയാലോ? ഞാനും അതിന് തന്നെ സൈനത്താ വന്നത്. സീതിയും പിള്ളേരും ഇന്നലെ പോയി മേടിച്ചു. അതിന്റെ ശേഷം മക്കളാണെങ്കിൽ മേടിക്കാൻ പോവാന്ന് പറഞ്ഞ് കരച്ചിലാ. ഇന്നലെ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല. എങ്ങനെയോ സമാധാനിപ്പിച്ച് ഇന്ന് പോവാന്ന് പറഞ്ഞു നിൽക്കുക. ഏട്ടനും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ നിങ്ങളെ കൂടെ പോവാന്ന് വിചാരിച്ച്. എന്നാ നമുക്കിന്ന് പോയാലോ? വീട്ടിലെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. എന്നാ നമുക്ക് ഇന്ന് തന്നെ പോവാം. ഏട്ടനും ജോലി തിരക്ക് കാരണം മക്കളെയും കൂട്ടി എന്നോട് പോവാനാ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ലച്ചു വരട്ടേന്ന്. ലച്ചു എവിടെ? അവൾ എന്റെ വീട്ടിലാ, വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അവള് പിന്നെ അവിടെ തന്നെ നിന്നു. അത് ചോദിക്കാൻ വിട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ഉഷാറായിരുന്നു. നിങ്ങളൊക്കെ എന്തേ വരാഞ്ഞേ? എനിക്ക് ഏട്ടന്റെ ബന്ധത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നേ. സീതി ഇവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരിക? എന്തോ എനിക്കൊരു മടി ഒറ്റക്കായപ്പോ. എന്തിനാ മടിക്കുന്നേ? അവിടെ എത്തിയാ പിന്നെ ഞാൻ ഉണ്ടാവില്ല കൂട്ടിന്. ഒന്നാമത് പിന്നെ കുറച്ച് ലോങ്ങും അല്ലേ. അത് ശരിയാ. എന്നാ ശരി ട്ടോ. രണ്ടാളും അവിടെ കളിക്കുക. അവരെ വിളിച്ച് റെഡിയാക്കുമ്പോത്തിന് തന്നെ വൈകുന്നേരമാവും. ഞാനും ഉണ്ട്. ചിന്നൂനെയും വിളിച്ചു നോക്കട്ടെ. രണ്ടാള് പോവാണോ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതൊന്നും വേണ്ട. നീ വേഗം അവരെ റെഡിയാക്കട്ടെ. പോയി ഭക്ഷണം കൊടുത്ത്. ഉച്ച തിരിഞ്ഞാ ചിലപ്പോ മഴയായിരിക്കും. അത് ശരിയാ. പിന്നെ പ്രിയ, പാറുവിനോടും നന്ദൂട്ടനോടും വരാൻ പറട്ടോ. ഞാൻ പറഞ്ഞോളാം. ദേവു ഒന്ന് അടങ്ങിയിരിക്കി. എന്താ മതി അമ്മേ, നിർത്തിയടി. ഇതൊന്ന് കേട്ടിട്ടെ. നല്ലോണം കൈയൊക്കെ കൈക്ക് വന്നോട്. അമ്മ ഭക്ഷണം എടുത്തേക്കാ. അപ്പോഴേക്കും പാറും നന്ദൂട്ടൻ എത്തിയോളൂ. വേഗം പോവാൻ നോക്കാം നമുക്ക്. അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശരി അമ്മേ. 1 week later. അമ്മേ ഒന്ന് വേണ്ട, ഇപ്പൊ ബസ് വരും. വിളിക്കുമ്പോ എണീക്കാതെ അടങ്ങനെ കിടക്കും. പിന്നെ തിരക്കൂട്ടു. അല്ല പാറൂസേടെ? അവള് സ്കൂളിൽ പോരുന്നില്ലല്ലോ. പോരുന്നില്ലാന്നോ? ഇവിടെ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ. പാറു, പാറു, ദേവു യൂണിഫോമിലൊന്നും ഭക്ഷണം ആക്കണ്ടേ? ആ ടേബിൾ വെച്ച് നോക്ക് പ്ലേറ്റ്. ഇല്ലമ്മ, വീയത്തില്ല. പറഞ്ഞാ പിന്നെ കേക്കത്തില്ലല്ലോ. പാറു, ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നോ? വേഗം വാ, ഭക്ഷണം കഴിക്കാം. ഇപ്പൊ ബസ് വരും. എനിക്കൊന്നും വേണ്ട. ഭക്ഷണം വേണ്ടാന്നോ? ഇനി ഉച്ചയാവും കഴിക്കണമെങ്കിൽ. വീട്ടിലാവുമ്പോ വിശക്കുമ്പോ അതും ഇതൊക്കെ എടുത്ത് കഴിക്കുക. അങ്ങനെയല്ലോ സ്കൂളിൽ പോയാല്. രാവിലത്തെ ഭക്ഷണം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ എനർജി ഒക്കെ ഉണ്ടാവൂ. എനിക്ക് വേണ്ട. ദേ പാറു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ, അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പണിയുണ്ട്. അമ്മ ഭക്ഷണം എടുത്ത് കൊണ്ടുവരാം. വേണ്ട. വേണ്ടാന്നോ? എന്ത് വേണ്ടാന്നേ? നന്ദു, നീ പോയി ആ വടി എടുത്ത് വാ. ഞാൻ കഴിച്ചോളാം. നമ്മ എടുത്ത് വരട്ടോ, അമ്മ വാരിത്തരാം. പാവണ്ടനാണ്. അമ്മേ, ഞാൻ ഭക്ഷണം എടുക്കാൻ പോയത് നീ കണ്ടില്ലേ? അമ്മേ, നന്ദോട്ടൻ എന്നെ കളിയാക്കുന്നേ. നന്ദു, രാവിലെ തന്നെ അടി വാങ്ങിക്കണോ? അയ്യോ വേണ്ട. അമ്മന്റെ ചക്കര മോളിൽ നീ ഇത് കഴിക്ക്. ബസ് ഇപ്പൊ വരും. അല്ല ലച്ചു, ബാഗൊന്നും കൊണ്ടുപോകുന്നില്ലേ? ഇന്ന് വേണ്ടമ്മേ, നാളെ തൊട്ട് കൊണ്ടുപോയാ മതി. അല്ല, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചമ്മേ. എപ്പോ കഴിച്ചെന്ന്? ഈടായിട്ട് ഭക്ഷണം കഴിക്കാൻ നിനക്ക് മടിയായിട്ടുണ്ടോ ലച്ചു? ഇല്ല അമ്മേ, ഞാൻ കഴിച്ചതാ. രാവിലെ തന്നെ അമ്മയും മക്കളും തുടങ്ങിയോ? അച്ഛൻ പോയില്ലേ? ഇറങ്ങാ, ഇന്ന് കുറച്ച് ലേറ്റ് ആയി. അച്ഛൻ എന്നെ കോളേജിലൊന്ന് വിടോ? അല്ലെങ്കിൽ തന്നെ നേരെ വൈകിട്ടുണ്ട്. നീ ബസ് പോവാൻ നോക്ക്. എന്താ അച്ഛൻ പോകുന്ന വഴിക്കന്നല്ലേ? അത് തന്നെ, ഏതായാലും നിങ്ങൾ പോണ വഴിക്കന്നല്ലേ മനുഷ്യ. അതല്ലടി, ഓൾറെഡി ലേറ്റ് ആണ്. ഇനിയിപ്പോ അവളെ കോളേജിൽ ഇറക്കി ഒക്കെ കഴിയുമ്പോത്തിനേക്കും ടൈം ഒരുപാടാവും. എന്നെ സ്റ്റോപ്പിൽ ഇറക്കിയാ മതി അച്ഛാ. എന്നാ ശരി, വേഗം നടന്നോട്. താങ്ക് യു. വേഗം നടക്കാൻ നോക്ക്. അമ്മേ, എന്നാ ഞാൻ പോയേച്ച് വരാം. സൂക്ഷിച്ചു പോണേ. നന്ദുട്ടാ, ദേവു, അച്ഛൻ പോയേച്ച് വരട്ടോ. പിന്നെ ബസ്സിലൊക്കെ കേറുമ്പോ ശ്രദ്ധിച്ച് കേറണേ. ശരി അച്ഛാ. പാറൂസിനെ നല്ലോണം നോക്കിക്കോളണം കേട്ടോ. നിങ്ങളും നല്ലതുപോലെ ശ്രദ്ധിക്കണം, കേട്ടല്ലോ? ശരി. അച്ഛയുടെ പൊന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. യൂണിഫോം ഒക്കെ ഇട്ടപ്പോ സുന്ദരി കൊച്ചായിട്ടുണ്ട്. സത്യമായിട്ടും? പിന്നല്ലാതെ. അച്ഛൻ വരുമ്പോ കിൻഡർ ജോയ് വാങ്ങോ? അച്ഛൻ വാങ്ങിക്കട്ടോ. ഞാൻ പോയിച്ച് വരാം. ശരി ഏട്ടാ, ശ്രദ്ധിച്ചു പോണേ. ആരിത്, ഉണ്ണിക്കുട്ടനോ? ബാക്കിയുള്ളവരെ